കൂടെ ഒരു പങ്കാളി ഉണ്ടായിരുന്നല്ലോ കുറേ വർഷങ്ങൾ. ഇപ്പം നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് മാറിയിട്ടുണ്ട്. സേ ഫോർ ഇൻസ്റ്റൻസ് അല്ലേ? ഡോക്ടർ ജയശ്രീ. ഇല്ലില്ല. ഇല്ല. അന്നും ഇന്നും ഒരുപോലെ തന്നെയാണോ? ജയശ്രീ ഒരു ഞാൻ പറഞ്ഞില്ലേ, പാർട്ട്ണറിൽ നിന്ന് ഫ്രണ്ടായി മാറിയില്ലേ അല്ല ഡോക്ടർ? അത് ഞാൻ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ആ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ് കനിയ വളർത്തുക എന്ന് ആ. പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയിരുന്ന സാമൂഹ്യ പ്രവർത്തനമാണ്. ഞാൻ ആ സാമൂഹ്യ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ കനി വളർന്ന് തന്നെത്താൻ ജീവിക്കുന്ന ആളായി മാറുകയും സ്വാഭാവികമായി അതിൻ്റെ അന്ത്യം വരികയും ചെയ്തത്. അതുമാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഏരിയ ആണ്. സാധാരണ കുടുംബം ആൾക്കാർ പറയുമ്പോൾ വിവാഹിതരായിട്ട് നടത്തുന്ന കുടുംബവും വിവാഹിതരല്ലാതെ നടത്തിയാലും അത് കുടുംബം തന്നെയാണ്. ഉം. അതിൻ്റെ ഫങ്ഷൻ തീരുന്നതെന്ന് പറയുന്നത് എന്തിനാണോ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്, അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് പകരം നാട്ടിൽ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഈ കുടുംബം. ആ. അതൊരു വളർന്നിറങ്ങി പറന്നു പോകുന്ന ആളാണ്. ആ പറന്നു പോയി കഴിഞ്ഞാൽ വെറുതെ പിന്നെ നമ്മൾ ഈ പെര നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് വേറെ ഒരു ജീവി അത് ചെയ്യുന്നുണ്ടാവില്ല. ശരിക്കും രണ്ടുപേര് തുടരുന്നത് അവർക്ക് മീനിങ് ഫുൾ ആയിട്ട് തുടരുന്നതിന് ആർക്കും ഇല്ല. മീനിങ് ഫുൾ അല്ലാതെ തുടരുന്ന ഒരു ലോകമുണ്ട്. അതുകൊണ്ട് ഈ വീട് ഒരുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനാണ്. കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം വീട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുന്നവരാണ്. ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ വീടുകളിനകത്തും പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന അമ്മയച്ഛന്മാരുടെ ലോകമാണ്. അതാണ് ഞാനില്ലാതെ. ഇല്ലാതാക്കിയത്. അതേ ഇപ്പോൾ ജയശ്രീ പ്രൊഫസറാണ്. അവർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. എന്നെ കാണണമെന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് തീരുന്ന പ്രശ്നം മാത്രമാണ്. ഞാൻ അന്ന് ചെയ്തിരുന്ന, ഞങ്ങൾ രണ്ടുപേരുടെ ടീമായിട്ട് ചെയ്തിരുന്ന പ്രോജക്റ്റുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. അവരെൻ്റെ പാർട്ട്ണറാണ്. ഞാൻ അവരെ പണ്ട് അങ്ങനെ തന്നെ ജീവിത പങ്കാളി എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനിപ്പോൾ എഴുതിയ പുസ്തകത്തിനകത്തും അങ്ങനെ തന്നെയാണ് മെൻഷൻ ചെയ്തത്. എനിക്ക് കൂട്ടുകാരികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. വേറൊരു പാർട്ട്ണറായി ഞാൻ പാർട്ട്ണർ ഇന്നും ഡോക്ടർ ജയശ്രീ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മറ്റൊരാളെ പ്രണയിക്കാനുള്ള സ്പേസ് ഉണ്ടാകണമെന്ന് ആദ്യം തൊട്ട് ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഞാൻ 20 വർഷം കനിയെ വളർത്തുന്ന സമയത്ത് ഞാനത് ചെയ്യത്തില്ല. വേറെ ഈ പറഞ്ഞ പോലെ അറ്റൻഷനും കൊടുക്കണം, നമ്മുടെ സമയവും അതിന് വേണം. അതില്ല. ആ പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട്. അത് ലോകത്തിന് ദ്രോഹമുള്ള ബോംബുണ്ടാക്കുന്ന പണിയൊന്നുമല്ല. പ്രണയിക്കുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹം, മൂന്നാമതൊരാൾക്ക് ദ്രോഹമുള്ള പണിയല്ല. എന്തിനു പ്രണയിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ പ്രണയത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് മാറി മറിഞ്ഞിരിക്കുന്ന ഫോണിലേക്ക് ഒതുങ്ങുകയോ എന്തൊക്കെയോ പഴയ ഒരു രീതിയോ അല്ല ഒരു പ്രണയത്തിന്. അല്ല, പണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ വളരെ അകലെയാ. അവർക്ക് തൊട്ടടുത്ത അയലത്തെ വീട് അകലെയാ. അതുകൊണ്ട് വേലിക്കിൽ നിന്ന് കാണുന്നതേ ഉള്ളൂ. ഒരു കത്തിനകത്തൂടെ എഴുതുന്നതൊക്കെ. അല്ലാതെ യഥാർത്ഥത്തിലുള്ള പ്രണയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും. ഇന്ന് മറ്റു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് എളുപ്പമായി മാറിയത് കാരണം കൊണ്ട് മനുഷ്യർ തമ്മിൽ കുറേ കൂടെ ഓപ്പണായിട്ട് സംസാരിക്കാനും പറയാനും പറ്റും, അവരുടെ പ്രൈവസിയിൽ. അപ്പോൾ നമ്മൾ ഈ സെൽഫോണിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നവരായി മാറുന്ന കാരണം കൊണ്ട് പഴയകാല രീതികൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രണയം അത് തന്നെ. പ്രണയം അങ്ങനെ വരുവുള്ളൂ. പ്രണയം എന്ന് പറയുന്നത് മനുഷ്യർ ആരെങ്കിലും സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല. വിശപ്പ് വരുന്ന പോലെ. അത് എങ്ങനെയാണ് പോവും? രണ്ടുപേര് പരസ്പരം തിരഞ്ഞെടുക്കുന്നതാണ് പ്രണയം. അതെപ്പോഴും ഉണ്ടാവും, എന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നും ഡോക്ടർ ജയശ്രീയോട് പ്രണയം ഉണ്ടെന്ന് തന്നെയാണോ പറയുന്നത്? ജയശ്രീയോട് എനിക്ക് പഴയ പ്രണയമില്ല, അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങൾ ഇണകളായിട്ട് ചെയ്യേണ്ട എല്ലാ പണിയും ചെയ്യുന്നത്. ഇന്ന് നല്ല സുഹൃത്തുക്കളാണ്. പ്രണയം പുതിയ ആളുകളോടെ നമുക്കുണ്ടാവുള്ളൂ. നമുക്ക് പ്രണയം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കത്തില്ല. അതിനൊരു സ്വാഭാവിക വിശപ്പ് പോലെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വിശപ്പ് എങ്ങനെ പറ്റും? പിന്നെ ഇനി അടുത്ത വിശപ്പുണ്ടാകുന്നത് വരെ കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര നല്ല ഭക്ഷണം മുന്നേ വെച്ചാലും അത് കഴിക്കാനൊക്കത്തില്ല. അതുപോലെയാണ് വികാരങ്ങളെയൊക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ അങ്ങനെ മനസ്സിലാക്കാതെ സാമൂഹികമായ ആവശ്യങ്ങളുണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതിനകത്ത് മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാറ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ അതിന് വെള്ളവും വളവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നിടത്ത് മാത്രമേ ചെയ്യൂ.